ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ അഴിമതികളിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് നിലവിലെ ഭരണസമിതി. ലൈഫ് മിഷൻ പദ്ധതിയിലെ തട്ടിപ്പ് വിജിലൻസും ലൈഫ് മിഷനും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. ആദിവാസി മേഖലകളിലെ നിർമ്മാണ പ്രവൃത്തികളിലും ഉദ്യോഗസ്ഥ ഒത്താശയോടെ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. CPIM കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ തട്ടിപ്പ് നടത്തി വീട് നേടിയെടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ഇവരിൽ നിന്ന് പണം തിരികെ പിടിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. സംസ്ഥാന വിജിലൻസും ലൈഫ് മിഷനും അന്വേഷണം നടത്തിയാൽ തട്ടിപ്പുകാർക്കെതിരെ നടപടി വേഗത്തിലുണ്ടാകുമെന്നാണ് പഞ്ചായത്തിന്റെ വിലയിരുത്തൽ. 2019 ലൈഫ് മിഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഇടം പിടിച്ച് വീട് നിർമ്മിച്ച 763 പേരുടെ വിവരങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഇനിയും ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ഒരു പൊതുവായിട്ടുള്ളൊരു പരാമർശം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് നമ്മുടെ വിജിലൻസും അതുപോലെ ഇന്റേണൽ വിജിലൻസ്, തദ്ദേശ വകുപ്പ്, അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ ഇവർ കൃത്യമായിട്ട് ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപിച്ച് തന്നെ അന്വേഷണം നടത്തണമെന്നും ഉള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി ഇന്നത്തെ അടിയന്തര കമ്മിറ്റിയുടെ തീരുമാനമായിട്ടുള്ളത്. ആദിവാസി മേഖലകളിലെ പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളിലും ഉദ്യോഗസ്ഥ ഒത്താശയോടെ ലക്ഷങ്ങൾ തട്ടി. 50% മാത്രം പണി പൂർത്തിയാക്കി മുഴുവൻ തുകയും മാറിയെടുത്തു. മേമാരി, വാക്കത്തി എന്നീ ആദിവാസി മേഖലകളിലെ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണത്തിലാണ് തട്ടിപ്പ്. ഊരുകൂട്ടം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ അന്വേഷണത്തിനായി പഞ്ചായത്ത് ചുമതലപ്പെടുത്തി. രാഹുൽ വിജയൻ, 24 ഇടുക്കി.